ഓരോ കുട്ടിയുടെയും പ്രഭാതം ആരംഭിക്കേണ്ടത് പത്രവായനയിലൂടെ ലോകത്തിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടാവണമെന്ന് സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ സഹവാസ ക്യാമ്പിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുണ്ടൂർ സേതുമാധവൻ. എന്നത് ഞാൻ വളരെ ബോധപൂർവം പറഞ്ഞ ഒരു വാക്കാണ്. അതൊരു ഔപചാരികമായ പദമല്ല. അടുത്ത കൊല്ലം വെക്കേഷൻ ആവുമ്പോൾ ഈ കുട്ടികൾക്ക് ഇക്കൊല്ലം ക്യാമ്പില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. ക്യാമ്പിന്റെ ഔട്ട്കം ആണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇവിടുന്ന് കിട്ടി എന്ന തോന്നൽ. താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ലീഡ് കോളേജ് ക്യാമ്പസിൽ നടത്തിവന്ന പ്രഭാപദം 2026 2 ദിവസത്തെ ക്യാമ്പ് സമാപിച്ചു. കുട്ടിത്തമല്ല, മറിച്ച് കുട്ടിക്കാലമാണ് ഓരോ മനുഷ്യന്റെയും മരണം വരെ ഉണ്ടാവുകയെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു. വായന ശീലമാക്കിയാൽ കിട്ടുന്ന അറിവ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ കാലഘട്ടങ്ങളിലെ ജീവിതത്തിനും വളരെ സ്വാധീനമുണ്ടാക്കുമെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, ക്യാമ്പ് കോർഡിനേറ്റർമാരായ R ശ്രീകുമാർ, R സുകേഷ് മേനോൻ, P സന്തോഷ് കുമാർ, R ബാബു സുരേഷ്, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ കരിയർ ഗൈഡൻസ്, പ്രസംഗ പരിശീലനം, നായർ സർവീസ് സൊസൈറ്റിയും മന്നത്തു പത്മനാഭനും യോഗയും ധ്യാനവും, കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജീവിതം എങ്ങനെ സുന്ദരമാക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ പ്രതിഭ, ഡോക്ടർ ഷാജു മീറ്റ്ന, അഡ്വക്കേറ്റ് അമൃത ബാബു സുരേഷ്, N കൃഷ്ണകുമാർ, പ്രജോദ്, ഡോക്ടർ രജനി, എബേൽ ജോപോൾ, അർജുൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഗ്രൗണ്ട് ആക്ടിവിറ്റീസ്, DJ, ഫാം വിസിറ്റ്, ഫയർ വാക്ക് എന്നിവയുമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.